അവർ ഈ ആശുപത്രിയിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിലെ സർക്കാർ എന്താ രാജിവെച്ച് പുറത്തു പോകണം. ഒരു മനുഷ്യനെയാണ് കൊന്നിരിക്കുന്നത്. വീണ രാജിവെച്ച് പുറത്തു പോകണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. പ്രതിഷേധം ഇതുകൊണ്ട് തീരൂല. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ 100 മീറ്റർ ഇപ്പുറത്താണ് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുള്ളത്. അതിൽ ഈ പോലീസ് പ്രതിഷേധക്കാരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ BJP കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ തന്നെ തുടർന്ന് പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം ഈ ബാരിക്കേഡ് മറിച്ച് കടക്കാനുള്ള ഒരു ശ്രമം പ്രതിഷേധക്കാരുടെ ഭാഗത്തുണ്ടാകുന്നു. അത് പോലീസ് തടയുന്നു. അങ്ങനെയാണ് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ്. അവർ നേരത്തെ തന്നെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത നെറികെട്ട ഒരു സർക്കാരാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിളപ്പിശാലയിലെ ജനങ്ങൾക്ക് നീതി കിട്ടാൻ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് അർഹതപ്പെട്ട ആരോഗ്യ ചികിത്സ ലഭ്യമാക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് സാധിക്കുന്നില്ല. ഇവിടുത്തെ MLA-യുടെ വിളപ്പിശാലയിലെ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായത് വലിയ വീഴ്ചയാണ്. ആ വീഴ്ചയിൽ കർശനമായ നടപടികൾ എടുക്കണം. ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടാകണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. BJPയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തിയ മാർച്ചിൽ ചെറിയ തോതിലുള്ള സംഘർഷമുണ്ടായി. പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചവരെ ബാരിക്കേഡ് കുലുക്കി താഴെയിട്ടു. ചെറിയ രീതിയിലുള്ള പരുക്കുകൾ പ്രതിഷേധക്കാർക്ക് പറ്റിയിട്ടുണ്ട്. ആ രീതിയിൽ നേരിയ തോതിലുള്ള സംഘർഷവും അവിടെ ഉണ്ടായി. മേഘന മുരളിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.